Okay, നമുക്ക് accounting for taxation അതിന്റെ questions നോക്കണം ഇനി. നോക്കാം, ഞാൻ ബാക്കി question. A company revalues its PPE on 1st April 2017. The details are as follows. Carry value of the asset 40,000. Fair value of the asset revalued 1,20,000. Tax base 50,000. Assets are depreciated at 20% in books on straight line basis and are depreciated at 20% for tax purposes. Calculate deferred tax asset or liability. Assume 50% tax. Okay. That's a question. അപ്പോൾ പഠിച്ചിട്ട് നമ്മൾ ഡെഫേർഡ് ടാക്സ് അസറ്റ് അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസോ അല്ലെങ്കിൽ ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഈ ടാക്സ് ബേസിനൊക്കെ അധികം ക്യാരിങ് എമൗണ്ട് വന്ന ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് വരിക. അപ്പൊ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഈ റീവാലുഡ് അസറ്റിന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ടെമ്പററി ഡിഫറൻസ് ഓഫ് ദ റീവാലുഡ് അസറ്റ് വെച്ചാൽ ക്യാരിങ് എമൗണ്ട് ഓഫ് ദ റീവാലുഡ് അസറ്റും ടാക്സ് ബേസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആണ് കിട്ടുക. ഇവിടുത്തെ ക്യാരിങ് എമൗണ്ട് റീവാലുഡ് എമൗണ്ട് എടുക്കുന്നുണ്ട്, അത് 1,20,000 ആണ്. ആ 1,20,000 എന്ത് മൈനസ് ചെയ്യുക, ടാക്സ് ബേസ് 50,000 മൈനസ് ചെയ്യുക. അപ്പൊ 70,000 കിട്ടും. ഇതാണ് 1/4/2017 ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്. അപ്പൊ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി അതിന്റെ മേലെ കിട്ടുക 50%, 35,000 അത് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ജേണൽ എൻട്രി എന്താ വരുക വെച്ചാൽ ഇത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അതർ കോംപ്ലസൻസ് ഇംഗത്തിലെ കാണിക്കേണ്ടി വരിക. റീവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് അറ്റ് ടു ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി 35,000. ഇൻ നെക്സ്റ്റ് ഇയർ 31st March 2018 ആ കൊല്ലത്തില് എന്താണ് വരിക, ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി ആണോ വരിക, ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണോ വരിക. അതിനുവേണ്ടി റിട്ടേൺ ഡൗൺ വാല്യൂ ഇൻ ബുക്സ് ആ ക്യാരിങ് വാല്യൂ ഇല്ലേ അതിന്റെ 20% ഡിപ്രിസിയേഷൻ 24,000 മൈനസ് ചെയ്യുമ്പോൾ 96,000. അപ്പോൾ ടാക്സ് ബേസിന്റെ 20% ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ 10,000 മൈനസ് ചെയ്യുമ്പോൾ 40,000. അപ്പൊ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് കിട്ടുക 56,000. 96,000 മൈനസ് 40,000 56,000. അടുത്ത ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി ഓൺ 31st March 2018 അത് കിട്ടുക 56,000 into 50/100 28,000. അപ്പൊ കണ്ടോ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The following balances and information are extracted from Induga Limited as at 31st December 2017. നോക്കുക, ഇതൊക്കെയാണ് ഇൻഫർമേഷൻ. ഇവിടെ പർട്ടിക്കുലേഴ്സ്, കറന്റ് വാല്യൂ, അതുപോലെ ടാക്സ് ബേസ് എന്നായിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. PPT ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഇൻഫർമേഷൻ. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ട്. അഡീഷണൽ ഇൻഫർമേഷൻ ഉള്ളത് the asset having carrying value of 81,000 cost to the company, 90,000 at the start of the year. It is being depreciated on a 10% straight line basis for accounting purposes. Company's tax advisors have said that the company can claim 52,000 as a taxable expense in this year's tax computation. Any data, the land has been revalued during the year in accordance with the INDAS 16 property plan and equipment. It originally cost 1,50,000. Land is not subject to depreciation under INDAS. The balances in respect of plant and equipment are after allowing for accounting depreciation of 12,000 and tax allowable depreciation of 10,000 respectively. The trade receivable balances in the accounts is made up of the following. Balances 80,000. Allowances 7,000. 80,000 7,000 minus 73,000. Okay. The balance on the deferred taxation account on January 1, 2017 was 3,600. The applicable tax rate is 30%. Interest is allowable or taxable on cash basis. എന്തൊക്കെ കണ്ടുപിടിക്കണം ഇവിടെ? ടാക്സ് ബേസ് കണ്ടുപിടിക്കണം, ഡെഫേർഡ് ടാക്സ് പോർഷൻ കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഈ ടേബിൾ വരയ്ക്കുക. ഇവിടെ പർട്ടിക്കുലർ, ക്യാരിങ് വാല്യൂ, ടാക്സ് ബേസ്, ടെമ്പററി ഡിഫറൻസ് ഇതെല്ലാം കാണിക്കുന്ന ടേബിൾ നമ്മൾ വരയ്ക്കണം. അല്ല ആദ്യം കിട്ടുക നോൺ കറന്റ് അസറ്റ്. അതിൽ കാണിക്കുക അസറ്റ് സബ്ജക്ട് ടു ഇൻവെസ്റ്റ്മെന്റ് റിലീഫ് ഇടാം. അസറ്റ് സബ്ജക്ട് ടു ഇൻവെസ്റ്റ്മെന്റ് റിലീഫ്. അതിൽ ക്യാരിങ് വാല്യൂ എത്ര കിട്ടുക? 81,000 ആണ് ക്യാരിങ് വാല്യൂ കിട്ടുക. അപ്പൊ 81,000 എഴുതുക. ടാക്സ് ബേസ് എത്ര കിട്ടുക? ടാക്സ് ബേസ് കിട്ടുക 28,000. അപ്പൊ ഏതാ കൂടി? ക്യാരിങ് വാല്യൂ കൂടി. അസറ്റിന്റെ കേസിൽ ക്യാരിങ് വാല്യൂ കൂടിയ കണ്ടോ? അസറ്റിന്റെ കേസിൽ ക്യാരിങ് വാല്യൂ കൂടി ഏതാ വരിക? ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്. അപ്പൊ എത്ര കിട്ടി?
ടാക്സിബിൾ ടെമ്പററി ഡിഫറൻസ് 53,000 കേട്ടോ. ആദ്യം നോക്കിയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അങ്ങനെ ടാക്സ് പേസ് കിട്ടി. അടുത്ത കേസിൽ ലാൻഡിന്റെ കേസിൽ ക്യാരിയിങ് വാല്യൂ 2 lakh, ടാക്സ് പേസ് 1,50,000. ഏതാ കൂടി? ക്യാരിയിങ് വാല്യൂ കൂടി. അപ്പോൾ ടാക്സിബിൾ ടെമ്പററി ഡിഫറൻസ് 50,000. നെക്സ്റ്റ് ക്യാരിയിങ് വാല്യൂ 1,50,000, ടാക്സ് പേസ് 90,000. വീണ്ടും ക്യാരിയിങ് വാല്യൂ കൂടി, ടാക്സിബിൾ ടെമ്പററി ഡിഫറൻസ് 73,000, 80,000. ഇവിടെ അസറ്റ് ആണ്, ടാക്സ് പേസ് കൂടി. അസറ്റിന്റെ കേസ് ടാക്സ് പേസ് കൂടിയ ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ആണ്, അതാണ് ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുണ്ട് 7,000. അടുത്ത ഇൻഡസ് റെസിബിൾ ക്യാരിയിങ് വാല്യൂ 1,000, ടാക്സ് പേസ് കൂടി. വീണ്ടും ക്യാരിയിങ് വാല്യൂ കൂടി, ടാക്സിബിൾ ടെമ്പററി ഡിഫറൻസ്. അടുത്ത രണ്ട് ലാബിലിറ്റി ആണ്, പേയബിൾസ് ആണ്. ഫൈൻ ക്യാരിയിങ് വാല്യൂ 10,000, അതുപോലെ തന്നെ ഇവിടെ ടാക്സ് ബേസ് 10,000. അപ്പോ മറ്റേ ടാക്സിബിൾ ടെമ്പററി ഡിഫറൻസും ഇല്ല, ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ഇല്ല, 0. അടുത്ത കേസിൽ ഇൻഡസ്റ്റ് പേയബിൾ, അവിടെ ക്യാരിയിങ് വാല്യൂ 3,300, അതുപോലെ തന്നെ ടാക്സ് ബേസ് 0. അതിന്റെ മീനിങ് എന്ത് കൂടി? ലാബിലിറ്റി ആണ്. ലാബിലിറ്റിയുടെ കേസിൽ ക്യാരിയിങ് വാല്യൂ കൂടി എന്താ വരും നോക്കുക. ലാബിലിറ്റി ആണ്, ലാബിലിറ്റിയുടെ കേസിൽ ക്യാരിയിങ് വാല്യൂ കൂടിയ എന്താ വിളിക്കുക? ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. അപ്പോ ഇവിടെ കിട്ടുക ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് കേട്ടോ. എന്താ കിട്ടുക? ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് കിട്ടുക. ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് അത് 3,300 കിട്ടും കേട്ടോ. ഇനി നമ്മൾ ടാക്സ് ബേസ് എങ്ങനെ കിട്ടിയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ അസറ്റ് ആണ് ആദ്യം 81,000. അപ്പൊ ടാക്സ് ബേസ് അസറ്റിന്റെ കേസിൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ടാക്സ് ബേസ് എന്താ അസറ്റിന്റെ കേസിൽ ഇക്വേഷൻ പഠിച്ചിരിക്കണേ കണ്ടോ? അസറ്റിന്റെ കേസിൽ ഇക്വേഷൻ എന്താണ്? ഈ ക്യാരിയിങ് എമൗണ്ട് മൈനസ് ഫ്യൂച്ചർ ടാക്സിബിൾ എമൗണ്ട് പ്ലസ് ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട്, ഇതാണ് അസറ്റിന്റെ കേസിൽ ഇക്വേഷൻ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനില് 81,000 ആയിരുന്നു ക്യാരിയിങ് വാല്യൂ. അപ്പൊ 81,000 പിന്നെന്താ വരിക? 81,000 അസറ്റ് ആയതുകൊണ്ട് അത് ഫുൾ ആയിട്ട് ടാക്സിബിൾ ആവും. 81,000 മൈനസ് 81,000 പ്ലസ് ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട്, ആകെ ഉള്ളത് 90,000 ആണ്. അഡീഷൻ ഫംഗ്ഷൻ നോക്കുക, അതില് 52,000 എക്കോല്ലാം ഡെപ്രിസിയേഷൻ ഉൾപ്പെടെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ കിട്ടാൾ 28,000 ആണ്, അതാണ് കാണിച്ചു കണ്ടോ, 28,000. അടുത്ത് ലാൻഡിന്റെ കേസ് ലാൻഡ് റീവാല്യൂ ചെയ്തു 1.5 ലക്ഷം, അത് വെച്ച് ഫുൾ ആയി ചെയ്യണം. അപ്പൊ ക്യാരിയിങ് വാല്യൂ 1.5 ലക്ഷം, അസറ്റ് ആയത് ഫുള്ളി ഫ്യൂച്ചർ ടാക്സിബിൾ ആവും 1.5 ലക്ഷം. അത് ഫുള്ളി ഫ്യൂച്ചറിൽ ഡിപ്രിസിയേഷൻ ഡിഡക്ട് ചെയ്യാൻ പറ്റും. 1,50,000. 1,50,000 മൈനസ് 1,50,000 പ്ലസ് 1,50,000. അപ്പൊ എത്ര കിട്ടുക? 1,50,000. പ്ലാന്റിംഗ് എക്യുപ്മെന്റ് കേസിൽ ടാക്സ് ബേസ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ട്രേഡ് റിസീവബിളിന്റെ കേസിൽ ഇതേ ക്വസ്റ്റ്യൻ, ക്യാരിയിങ് വാല്യൂ 73,000, ഫ്യൂച്ചർ ടാക്സിബിൾ എമൗണ്ട് ഫുൾ ആയിട്ട് ടാക്സിബിൾ ആവും 73,000 പ്ലസ് ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട്. ആ അഡീഷൻ ഫംഗ്ഷൻ നോക്കുക, അതിലുള്ള അലവൻസസ് 7,000 ഉൾപ്പെടെ ഫ്യൂച്ചറിൽ മൈനസ് ചെയ്യാൻ പറ്റും. അപ്പൊ 80,000. 73,000 മൈനസ് 73,000 പ്ലസ് 80,000, അപ്പൊ 80,000. ഇൻഡസ് റിസീവബിളിന്റെ കേസിൽ ക്യാരിയിങ് വാല്യൂ 1,000, അത് ഫുൾ ആയിട്ട് ഫ്യൂച്ചറിൽ എന്തായിരിക്കും? കണ്ടോ, ഫുൾ ആയിട്ട് ഫ്യൂച്ചറിൽ ടാക്സിബിൾ ആവും. അപ്പൊ 1,000 ഫ്യൂച്ചറിൽ അതൊന്നും മൈനസ് ചെയ്യാൻ പറ്റില്ല, 0. 1,000 മൈനസ് 1,000 പ്ലസ് 0, 0. ഇനി ലാബിലിറ്റിയുടെ കേസിൽ ഇക്വേഷൻ ചേഞ്ച് ഉണ്ട് കേട്ടോ. Carrying value less future deductible amount as per income tax act 1961 plus future taxable amount as per income tax act 1961. അപ്പൊ ഇവിടെ എത്ര കിട്ടുക? ഫൈൻ ആണ് 10,000. ആ 10,000 ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, അതുകൊണ്ട് 10,000 കിട്ടും. ഇൻഡസ്റ്റ് പേയബിൾ, അതിന്റെ കേസിൽ 3,000. ആ ഇൻഡസ്റ്റ് പേയബിളിന്റെ അഡീഷൻ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യനില്. ആ ഇൻഡസ്റ്റ് പേയബിളിന്റെ അഡീഷൻ ഇൻഫർമേഷൻ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കുക, ക്യാഷ് ബേസിലാണ്. അതുകൊണ്ട് എന്നാണ് ക്യാഷ് എന്നാണ് കൊടുക്കുക അന്നാണ് കേട്ടോ. അതാണ് എന്നാണ് ക്യാഷ് കൊടുക്കുന്നത് അന്നാണ്. അത് ഒന്നുകൂടി നോക്കാം, അതിന്റെ ഒരു കാര്യം നോക്കാം. എന്തായാലും കൊടുത്തിട്ടുണ്ട് ഇൻഡസ്ട്രീസ് അലൗബിൾ എന്നാണ് പേയ്മെന്റ് അടുത്ത് അന്ന് അലൗബിൾ ആവുക. അപ്പൊ നമുക്ക് ഇപ്പോ ക്യാരിങ് എമൗണ്ട് എത്ര കിട്ടും? 3,300. പിന്നെ ഇക്വേഷനില് എന്താ? ഇക്വേഷനിൽ കണ്ടോ, ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട് ഫ്യൂച്ചറിലാണ് പേ ചെയ്യുക. അപ്പൊ അന്ന് അത് ഡിഡക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ചെലവായൊന്നും ടാക്സിബിൾ ഒന്നും ആവില്ല. അപ്പൊ അന്ന് എത്ര ഡിഡക്ട് ചെയ്യാം? 3,300 ഡിഡക്ട് ചെയ്യാം. ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട് കിട്ടുക 3,300. അപ്പോ 3,300 മൈനസ് 3,300 പ്ലസ് 0 കേട്ടോ, ഇങ്ങനെ കിട്ടാം. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇതില് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസും ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസും കണ്ടുപിടിക്കണം കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റിയും ഡെഫേർഡ് ടാക്സ് അസറ്റും വരും.
ഈ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി വരും. ആ ടോട്ടൽ 1,64,000 ആണ് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്. അത് ഇൻറ്റു ഇൻകം ടാക്സിന്റെ 30% മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 49,200 ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റിയും ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ആയുള്ള 10,300 ഇൻറ്റു 30/100 3,900 അത് ഡെഫേർഡ് ടാക്സ് അസറ്റും വരും കേട്ടോ. അത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ വരിക 46,110. ഇനി ഇത് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാം? ഓപ്പണിംഗ് ആയിട്ടുള്ള 3,600 ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു റീവാലുവേഷന്റെ കേസ് വന്നു ലാൻഡിന്റെ 2 ലക്ഷം 1 ലക്ഷം, അതിൽ 50,000 ഇല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് അത് കോമ്പൻസേഷൻ ഇൻകത്തിൽ കാണിക്കും 15,000. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് കാണിക്കും. ഇങ്ങനെയാണ് ടോട്ടൽ 46,110 സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് കാണിക്കുക ഈ മറ്റേ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസിലും അതുപോലെ സ്റ്റേറ്റ്മെന്റ് അതർ കോമ്പൻസേഷൻ ഇൻകത്തിലും ഡെഫേർഡ് ടാക്സിനെ കാണിക്കുന്നത്. ഇപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.